ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു അപ്ഡേഷൻ, ഒരു കിടിലൻ ഒരു അപ്ഡേഷനാണ്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നു. യൂട്യൂബറെ പറ്റിയാണ് ഇട്ടെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുള്ളിനെ ട്രോൾ ചെയ്തല്ല, പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു. അശ്വൻ ഗോക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, പടക്കങ്ങൾ 2025 പൊട്ടിയ പടക്കങ്ങൾ, അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് അശ്വൻ ഗോക്ക് ഇട്ടത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഗമഗമയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇതിലൊരു സംഭവം എന്ന് പറയുന്നത് അശ്വൻ ഗോക്കിന് അരി മേടിക്കണം. പിന്നെ അരി മേടിക്കാനുള്ള പരിപാടിക്കാണ് ഇങ്ങനെ ചെയ്യണത്. കാരണം വ്യൂസ് കയറുമല്ലോ, വ്യൂസും കയറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൈസ ഇത്ര മില്യനായി കയറണം, $. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആറാട്ടണ്ണന് അലൻ ജോസ് പെരേര ഓപ്പോസിറ്റ് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ അശ്വൻ ഗോക്കാണ് സിനിമയുടെ ഒരു വര. സിനിമയെ എന്താ പറയുക, നെഗറ്റീവ് പറയുക, വലിച്ചു കയറുമോ. അപ്പം അശ്വൻ ഗോക്കേ, നീ അരി മേടിച്ചോ. പക്ഷെ നമുക്ക് പറയാമല്ലോ, പൊട്ടപ്പടം പൊട്ടമെന്ന് പറയാം. അതിന് നിന്നെയും തല്ലൂല, എന്നെയും തല്ലൂല, ആരെയും തല്ലൂല. പൊട്ടപ്പടത്തിനെ പൊട്ടപ്പടമെന്ന് പറയാനും പറ്റും. അത് ഒരുത്തിന് ഒന്നും പറയില്ല, അവന് ഇഷ്ടപ്പെട്ടില്ല പടം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പടക്കങ്ങളാണ്, എന്ത് പടക്കങ്ങൾ, പിന്നെ എന്ത് പടക്കമാണ് നീ പറയണത്. സിനിമ പരാജയപ്പെടും. അങ്ങനെയാണെങ്കിൽ ചലഞ്ചിങ്, നിനക്ക് പടം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിച്ചു കൊടുക്കുക. സത്യമായിട്ട് പറയണേ, നിനക്ക് പടം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് വെറുതെ ഈ ഗമ കളിക്കരുത്. കാരണം കുറച്ച് നാൾ ഇവനുണ്ടായില്ല, അപ്പം എനിക്കൊരു സങ്കടമായി. ഇനി ഇവനെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്താന്ന് അറിയാൻ പറ്റും. അത് ഉടൻ തന്നെ ഉണ്ടാവുമായിരിക്കും തോന്നുന്നു. കാരണം സിനിമ മൊത്തത്തിൽ ഇവൻ ബബ എനിക്ക് തോന്നുന്നത് ഇവൻ അറിഞ്ഞ് കളിച്ചുകൊണ്ട് അത് അത്യാവശ്യം ഇവന് അരി മേടിക്കാൻ കിട്ടി. അതായത് 1 മില്യൺ വ്യൂ കയറി. അതുകൊണ്ട് അരി കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ അരി കിട്ടിയത് ബബബയാണ്. സർവ്വമയത്തിന് കിട്ടിയില്ല, അരി കിട്ടിയില്ല. പക്ഷെ ഇതിന് അവൻ അരി മേടിക്കാൻ ഭയങ്കര ആഗ്രഹം. പിന്നെ വേറെ പറയാൻ വന്നത്, അശ്വൻ ഗോക്കിൻ്റെ ഇന്നിട്ട വീഡിയോ, അതിൽ 2025 കബഡി നിരത്തിയവർ പടങ്ങൾ പൊട്ടിയത്. അതായത് നിങ്ങളെ ഇപ്പം ഞാൻ പറഞ്ഞാണ് ഗൈസ്, ഈ അതായത് സിനിമ ആഗ്രഹമുള്ള ഫസ്റ്റ് ചെയ്യുന്ന സംവിധായകൻ അശ്വൻ ഗോക്കിനെ കണ്ടിട്ട് കബഡി നിരത്തണം. അതായത് എനിക്കൊരു പടം ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ മുന്നോട്ട് പോകണം. അങ്ങനെ നിരത്തി അശ്വൻ ഗോക്കിൻ്റെ അനുവാദം മേടിച്ച ശേഷമാണ് ഇങ്ങനെ പടം ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇത് റിക്വസ്റ്റാണ്. പെട്ടെന്ന് തന്നെ അശ്വൻ ഗോക്കിന് ഒരു സിനിമാക്കാരുടെ ജോൾസ് എന്ന് എഴുതി വെച്ചിട്ട് ഏതൊക്കെ പടമാണ് പൊട്ടണത്, ഏതൊക്കെ ക്യാരക്ടറാണ് നല്ലത്, പെട്ടെന്ന് പോവാം. കാരണം ഇവനൊക്കെ ഈ വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വന്നപ്പോഴല്ലേ. ഇപ്പം എനിക്കും പറയാനും വന്നത് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ എവിടെ പോയത്. പണ്ടും പടങ്ങൾ ഫ്ലോപ്പ് കൊണ്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു മീഡിയ ഉണ്ടെങ്കിലും പോലും ഇറങ്ങി വരുന്നൊരു പബ്ലിക് ഒപ്പീനിയൻ കണ്ട് നെഗറ്റീവും പോസിറ്റീവും വന്നിട്ട് ഹിറ്റായിട്ടുണ്ട്. ഈ പറഞ്ഞ മോഹൻലാലിൻ്റെ പഴയ ഒരു കാസിനോവ, ഞാനൊക്കെ ഇടികൊണ്ട് പണ്ട് ടിക്കറ്റ് കിട്ടിയ പോലെ. പക്ഷെ അതൊക്കെ എന്ത് അന്ന് എന്ന് പറഞ്ഞാൽ അത് വലിയ ട്രോൾ ഉണ്ടായില്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അത് ഈ അശ്വൻ ഗോക്കിനെ പോലുള്ളവർ അത് പാവാട പിടിപ്പിച്ചാനത്. ഇത് കാസിനോവ പാവാട. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അശ്വൻ ഗോക്ക് എന്തായാലും അരി മേടിക്കട്ടെ. ഞാൻ എന്തായാലും അശ്വൻ ഗോക്കിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അശ്വൻ ഗോക്ക് എന്താ പറഞ്ഞത് അത് മനസ്സിലാക്കിയിട്ട് ഞാനും ഇടും വീഡിയോ. കാരണം എന്താ വേറൊന്നുമല്ല, എനിക്ക് അവൻ്റെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് കിട്ടാനല്ല. അവൻ ഇടുന്ന വീഡിയോ കുറേ പേർക്ക് അറിയില്ല. വെറുതെ ഇങ്ങനെ കഴിച്ചിട്ട് ലൈക്ക് അശ്വൻ ഗോക്ക് തിരിച്ചുകൊണ്ടിരിക്കും, പൊട്ടം കളിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ എന്താ പറയണത് അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാൻ. അവന് ചിലർ പറഞ്ഞ അവനൊരു നല്ല റിവ്യൂവറാണ്. ശരി, ഞാൻ എൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ നല്ലതാണ്, ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓരോ ക്യാരക്ടർ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇതായി പോകുന്നത്. അതായത് 2025 പടക്കങ്ങൾ, അപ്പം എന്ത് വെറൈറ്റി പടക്കങ്ങളായിരിക്കും അവൻ ഇട്ടേക്കണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പൊട്ടിക്കാമായിരുന്നു. തമാശ പറഞ്ഞല്ല, ഇതിപ്പോൾ എനിക്ക് ഇടാൻ തോന്നി വീഡിയോ, അതുകൊണ്ട്. അല്ലാണ്ട് എനിക്ക് അവനോട് വല്ല വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല എനിക്ക്. അശ്വൻ ഗോക്ക് സിനിമാക്കാരെ ഇട്ടിങ്ങനെ പൊളിക്കുന്നു. ഞാൻ അശ്വൻ ഗോക്ക് കേട്ടിട്ടുള്ള അശ്വൻ ഗോക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനെതിരെ എനിക്ക് തോന്നിയത് അശ്വൻ ഗോക്ക് അത് കാണിക്കുന്നത് റോങ്ങാണ്. 2025 അതിന് പകരം എന്തിനാ അത് ഇടണോ, ആ ടാഗ് ഇടണോ. 2025 പൊട്ടിയ പടങ്ങൾ നമുക്കറിയാലോ. സിനിമാക്കാർ തന്നെ പറഞ്ഞു ഇത്ര 150 പടമോ 280 പടം ഇറങ്ങിയിട്ട് ഇത്ര പടം വിജയിച്ചുള്ളൂ, ഇത്ര പടം പരാജയപ്പെട്ടു. അത് ഇവൻ ബോധ്യപ്പെടുത്തണോ? അത് അവൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയനായിട്ട് അവൻ പറയണത്. പക്ഷെ ഇതിൽ കാണുന്നവരാണ് ഗമഗമയായി പോണത്.